അപ്പോൾ പുതിയ വീഡിയോയിലേക്കുള്ള ഗസ് ചെയ്യുക. നിങ്ങൾ ഇന്നൊരു മീൻ വാങ്ങാൻ വേണ്ടി പോയേനെ, അപ്പം ഏതാണെന്ന് നിങ്ങൾ ഗസ് ചെയ്യുക. ഗസ് ചെയ്യുക, കമൻറ്റ് ഇടുക. ഗസ് ഇന്ന് മീൻ വാങ്ങാൻ വേണ്ടി പോയി ഞാൻ മാത്രം. ഗസ് ഇപ്പം 10 മണി കഴിഞ്ഞതേ ഉള്ളൂ. ഗസ് ചെയ്ത് പിടിച്ചപ്പോഴേ ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. അതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ചേച്ചി ഇന്ന് അച്ഛനും അമ്മൂനും ചേച്ചിക്ക് ഇന്ന് പോണ്ട. ഇന്ന് ഇവിടെ ചേച്ചി ആറ്റുകൾ പൊങ്കാലയ്ക്ക് അവിടെ നടക്കുന്നതിൻ്റെ അവിടെ ചോറ് ഊണുണ്ട്. അപ്പോൾ അത് കഴിക്കും. അവിടെയാണ് ഇന്ന് ഊണ് കഴിക്കാൻ വേണ്ടി പോകുന്നത്. അച്ഛൻ എവിടെയോ പോയിരിക്കുന്നു, അറിയത്തില്ല എവിടെ പോയി. പിന്നെ എല്ലാം ചെയ്ത് വയ്ക്കുക, ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമ്മൾ അതിൻ്റെ പോകാൻ വേണ്ടി പോകുന്നേ ഉള്ളൂ. 1 മണിക്കൂർ കൂടെ 1 മണിക്കൂർ ഇങ്ങനെ ആകുമ്പോൾ തന്നെ നമ്മൾ പോകുന്നതാണ്. കിട്ടുന്ന മീൻ വാങ്ങിച്ചുകൊണ്ട് കിട്ടുന്ന വരും. ഇവിടെ അടുത്ത് തന്നെ മേളിൽ പോകണം. മേളിൽ തന്നെ ഇത് പോകുന്നത്. അപ്പം ഇത് പിന്നീടത്താണ് ഗായ്സ് നമ്മളങ്ങനെ ഇറങ്ങാൻ വേണ്ടി പോയ സുഹൃത്തുക്കളെ നമ്മൾ ഗസ് ചെയ്യുക ഏതാണ് വാങ്ങാൻ നിങ്ങൾ ഗസ് ചെയ്യുക. ഇറങ്ങിയിട്ടുണ്ട്. എന്നിട്ട് അവിടെ ഒരു കാളയാണായിരുന്നു. ആ കാള ഒന്ന് വീടിനെയൊക്കെ ഇടിച്ച് മറിച്ചിടാൻ പോലെയൊക്കെ വന്ന് നിന്ന് കേട്ടോ. ചെന്ന് പോയില്ല കേട്ടോ. ഗസ് വലിയ പശു കേട്ടോ, വലിയ പശു. എൻ്റെ പൊന്നോ വെട്ടിപ്പോയി. അമ്മ എന്നെ പിടിച്ച് വെച്ചിരിക്കുക. അയ്യോ ഇപ്പം കൊത്തുന്നു. കാളയെ പശുവല്ലേ കാളയായിരുന്നു കേട്ടോ വന്നത്. പിന്നെ നമ്മൾ എൻ്റെ മീൻ വാങ്ങാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. ചേച്ചി ഓഫീസിൽ പോയി അവിടെ നിന്ന് നേരെ കഴിക്കാൻ വേണ്ടി പോകുമെന്ന് പറഞ്ഞായിരുന്നു. ആറ്റുകാൽ ക്ഷേത്രത്തിൻ്റെ അവിടെ ഊണ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെ പോകുമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഇന്ന് നോക്കാം. അപ്പോൾ ഈ വീഡിയോ ഇടാം കേട്ടോ. ഇപ്പം വന്നില്ല, ഇപ്പം വരുമായിരിക്കും, അറിയത്തില്ല. ഇനി നമുക്ക് എടുക്കാം. കേട്ടോ. അപ്പം അതുകൊണ്ട് ഇവിടെ നിൽക്കുകയാണ്. നമുക്ക് വണ്ടിയിൽ ശബ്ദം കേൾക്കുമ്പോൾ ഒന്ന് എടുക്കാൻ കേട്ടോ. ഇത് ശബ്ദം കേൾക്കുമ്പോൾ ഇപ്പം കുരങ്ങനൊന്നും അധികം വരാറില്ല. ഇപ്പം അങ്ങനെ വരാറില്ല, കാണാനേ ഇല്ല കുരങ്ങൻ. ഇനിയിപ്പോൾ വന്ന് ഇടയ്ക്കുള്ള ദിവസങ്ങളൊക്കെ വന്ന് നിൽക്കും. കാട്ടിലോട്ട് തിരിച്ച് പോയെന്നാണ് തോന്നുന്നു, കാണാനില്ല. എടുക്കാൻ ചേച്ചി അച്ഛൻ അവിടെ നിന്ന് ചന്തയിൽ പോയിട്ട് പറഞ്ഞ വഴിയിൽ വണ്ടി കണ്ടില്ലെന്നാണ് പറയുന്നത്. ചിലപ്പം 9 ആയപ്പോൾ പോയെന്നാണ് പറഞ്ഞത്. 9 ആയപ്പോൾ പോയപ്പോൾ പറഞ്ഞ് വണ്ടി കിട്ടി. സ്കൂളിൻ്റെ കാര്യം പറഞ്ഞപ്പോഴും പ്രസവത്തിൻ്റെ കാര്യം പറഞ്ഞത് ഞാൻ പറഞ്ഞത് കിട്ടിയില്ല +1. അതുകൊണ്ട് തന്നെ വേണ്ട ഇത് വേറെ ഇത് നോക്കണം പറഞ്ഞിട്ടാണ് ഇവിടേക്ക് പറഞ്ഞപ്പോഴാണ് സെറ്റായത്. ഒരു ജോലി നോക്കണം സുഹൃത്തുക്കളെ. ഏത് ജോലി നിങ്ങൾക്കും ചില 10 കഴിഞ്ഞ് SSLC 10 കഴിഞ്ഞവർക്ക് ഇപ്പം പഠിക്കാൻ പോകാൻ പറ്റാത്ത അവസ്ഥയും. മറ്റേ ചേട്ടൻ സ്കൂട്ടറിൽ പോയി, വെള്ള സ്കൂട്ടറിൽ പോയായിരുന്നു. പഴയത് എൻ്റെ ഇപ്പം എൻ്റെ സമയം വരുന്നുണ്ട്. ഞാൻ അപ്പം അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും ഒരു എടുക്കണമെന്ന് ആഗ്രഹമുണ്ട് കേട്ടോ. ഒരു ജോലി നേരത്തെ ഒരു ജോലി ഉണ്ടായിരുന്നു. വീഡിയോ കണ്ടാൽ അറിയാം. അതൊക്കെ എടുത്ത് കഴിഞ്ഞു.
അതൊക്കെ എടുത്ത് കഴിഞ്ഞ് നമ്മുടെ ഉണ്ണിച്ചേട്ടൻ ബ്രേക്കപ്പായ കളഞ്ഞിട്ട് പോയാണ്. പറഞ്ഞില്ല ഗസ്. അപ്പം ഇത് നമുക്ക് ഇത് ഇപ്പം മീൻ വരുമെന്തോ അറിയത്തില്ല. അപ്പോൾ നമുക്ക് കുറച്ചൊന്ന് നിൽക്കാം. ഇപ്പോൾ വരുമെന്ന് അറിയത്തില്ല. ചേച്ചി വെച്ചിപ്പോൾ അങ്ങോട്ട് പോയതേ ഉള്ളൂ. അങ്ങേര് പറഞ്ഞത് കാണാനില്ല, കുറച്ചും കൂടെ നിൽക്കാം, മണി 11 വരെ നിൽക്കാം, എന്നിട്ട് ഇങ്ങനെ പോവാം കേട്ടോ, തിരിച്ച് പോവാം. അറിയത്തില്ല ഇന്ന് വരുമോ ഇല്ലേന്ന് നിങ്ങൾ ഗസ് ചെയ്യും കൂടെ ചെയ്യുക. ഇന്ന് വരുമോ ഇല്ലേന്ന് നിങ്ങൾ ബ്രോ അങ്ങനെയൊക്കെ ഇട്ടാൽ അതിൻ്റെ കൂടെ നിങ്ങൾ ഈ പറയുന്നതിൽ ഗസ് ചെയ്യും കൂടെ ചെയ്യണം. ഈ വീഡിയോയിൽ പറയുന്ന പറ്റുമെന്ന് ഗസ് ചെയ്ത് വയ്ക്കുക കേട്ടോ. ഇപ്പോൾ പറഞ്ഞ കാര്യം ഈ ഗസ് ചെയ്യണതിൻ്റെ വീഡിയോ നമ്മൾ ഇടുമ്പോഴേ നിങ്ങൾ എന്തായാലും ഗസ് ചെയ്യുക. എന്തിൻ്റെയാണ് എന്തായാലും നമ്മൾ എവിടെ പോണേ എന്നാൽ അത് നിങ്ങൾ ഗസ് ചെയ്യുന്നത്. എവിടെ ഒരു സ്ഥലം നമ്മൾ തിരുവനന്തപുരത്തുള്ള സ്ഥലത്ത് പോകുന്നു നിങ്ങൾ ഗസ് ചെയ്യുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഗസ് ചെയ്യണം. ഓക്കെ, ഇഷ്ടംപോലെ സ്ഥലമുണ്ട്, നിങ്ങൾ ഗസ് ചെയ്യും. ഓരോ തിരുവനന്തപുരത്തുള്ള ഓരോ ടൂറിസ്റ്റ് കേന്ദ്രത്തിൻ്റെയും ഗസ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏതാണ് ഗസ് ചെയ്ത്. നിങ്ങൾ ഗസ് ചെയ്ത് ശരിയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഗസ് ചെയ്ത് നമ്മളെ ചാനൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. നിങ്ങൾക്ക് യൂട്യൂബ് ചാനലുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബും കൂടെ ചെയ്ത് വയ്ക്കുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ചെയ്താൽ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ എത്തുന്നതായിരിക്കും. നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ എത്തുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇപ്പം മീൻ വരുമെന്ന് അറിയത്തില്ല, നോക്കാം. നമുക്ക് പിന്നെ വെയിറ്റ് ചെയ്യാൻ പറ്റും, പിന്നെ എടുക്കാം. ഇപ്പം കാത്തു നിന്നതൊക്കെ എല്ലാം വെറുതെ എന്നാണ് തോന്നുന്നത്. അവിടുത്തെ അമ്മച്ചി പറയുന്നത് മീൻ കൊണ്ടുപോയെന്നാണ് പറയുന്നത്. പോയി നോക്കിട്ട് മീൻ കൊണ്ടുപോയെന്ന് പറഞ്ഞല്ലോ, പറഞ്ഞോ അല്ലേ? നോക്കട്ടെ കേസ്. മീൻ കൊണ്ടുപോയല്ലോ നേരത്തെ കൊണ്ടുപോയെന്നാണ് പറഞ്ഞത്. യെസ്, എൻ്റെ അടുത്ത് പറഞ്ഞ് കാര്യം അവര് അറിഞ്ഞത് നേരത്തെ പോയിരുന്നത് പറഞ്ഞു. യെസ് മീൻ നേരത്തെ പോയെന്നേട്ടാ. ചിക്കു ചേച്ചി പറഞ്ഞു അവിടത്തെ അവരുണ്ടല്ലോ മറ്റേ പൊക്കത്തിരിക്കുന്ന വീട് പൈസ വേണ്ട. ഇവിടെ വെച്ച് നേരത്തെ പോയി കേട്ടോ. അതും ഫ്ലോപ്പായി. പിന്നെ ചിലപ്പം ആ മാമയി കണ്ടപ്പോൾ പറഞ്ഞെന്ന് അവിടെ വണ്ടികളൊന്നും കാണാനില്ലെന്ന്. മിക്കവാറും ഇങ്ങോട്ട് നേരത്തെ വന്ന് കാണും കേട്ടോ. വണ്ടി നേരത്തെ എടുത്തോണ്ട് പോയി കേട്ടോ, നേരത്തെ കൊണ്ടുപോയി. അപ്പം ഇതും ഫ്ലോപ്പായി കേട്ടോ. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഉള്ള പുതിയ വീഡിയോ തന്നെ. ബൈ.
ഹലോ. നിങ്ങളെ പുതിയൊരു വീഡിയോയിലെ കാണുന്നവരെ ബൈ. എന്നാലും ഫോളോ അപ്പായി പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ 11 മണിയായി. ഞാൻ അടുത്ത വീഡിയോ കാണാം.